കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിന്റെ സ്നേഹവന്ദനം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം തുടർന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായത്തെ ആസ്പദമാക്കി യേശുക്രിസ്തുവിന്റെ വാക്കുകളിലൂടെ പ്രവചനാത്മാവിൽ നൽകപ്പെട്ട ക്രിസ്ത്യ സഭയുടെ ചരിത്രം നമ്മൾ അപഗ്രഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട വിധത്തിൽ എത്രയോ വിലയേറിയ സത്യങ്ങളാണ് കർത്താവ് മുമ്പുകൂട്ടി സഭയിൽ ഉടലെടുക്കും എന്നുള്ളത് പറഞ്ഞതും, നാം ഇന്ന് കാലത്തിന്റെ അന്ത്യത്തിൽ വന്ന് സഭായുഗത്തിന്റെ ഏതാണ്ട് അവസാന കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്ന നമ്മൾ തിരിഞ്ഞു നോക്കി ചരിത്രം അപഗ്രഥിക്കുമ്പോൾ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ, യേശുക്രിസ്തു നമ്മളെ ഓർപ്പിച്ച പോലെ സംഭവങ്ങൾ വ്യക്തമായി നടക്കുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത് ആവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മള് ത്വൈതര സഭയെക്കുറിച്ചുള്ള ദൂത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-ാം അധ്യായത്തിന്റെ 18 തൊട്ട് 29 വരെയുള്ള വാക്യങ്ങളാണ് ത്വൈതര സഭയുള്ള ബന്ധത്തിൽ നൽകപ്പെട്ട ദൂത്. നമ്മൾ കണ്ടു, ത്വൈതര കാലമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ചരിത്രം നോക്കിയാൽ കുസ്തന്തിനോസ് ചക്രവർത്തി ക്രിസ്ത്യാനിയാവുന്നത് AD 312-ലാണ്. റോമൻ സഭയുടെ മതം ക്രിസ്തു മതമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഒരു വലിയ ജാതീയ സാമ്രാജ്യം മുഴുവൻ അവർ ക്രിസ്ത്യാനികളായി മാറുകയും എല്ലാ ദുരാചാരങ്ങളും ജാതി ആചാരങ്ങളും ഈ സഭയ്ക്കുള്ള ക്രിസ്ത്യ സഭയ്ക്കുള്ളിൽ കടന്നു വരുന്നത് നാം പ്രത്യേക കാണുകയുണ്ടായി. അവിടെ തിരുത്താത്തതൊക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് ഉടലെടുത്ത ഒരു കാലഘട്ടമാണ് ത്വൈതര കാലയളവ്. ആ കാലയളവിന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് നമ്മൾ കണ്ടു. അന്ധകാര യുഗം, ഡാർക്ക് ഏജ് എന്ന് പറയുന്ന കാലഘട്ടം ഏതാണ്ട് 1000 വർഷം ചരിത്രമാണ്. ഏതാണ്ട് AD 590 തൊട്ട് 1517 വരെ നവോത്ഥാനം ഉണ്ടാകുന്നത് വരെയുള്ള കാലഘട്ടമാണ് ത്വൈതര കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിന് അന്ധകാര യുഗമെന്ന് പേര് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം സാമാന്യ ജനത്തിന് ബൈബിള് വായിപ്പാൻ അവകാശമില്ലാത്തൊരു കാലഘട്ടം. ദൈവവചനം നിഷേധിക്കപ്പെട്ടു സാധാരണ ജനത്തിന്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിക്കുകയുണ്ടായി. 119-ാം സങ്കീർത്തനത്തിന്റെ 130-ാം വാക്യത്തിൽ ദൈവവചനത്തിന്റെ വികാസനമാണ് പ്രകാശപ്രദമാകുന്നത്. ഇംഗ്ലീഷിൽ വായിച്ചാൽ, The entrance of your word giveth light, it gives understanding to the simple. ദൈവവചനത്തിന്റെ പ്രവേശനമാണ് പ്രകാശപ്രദമാക്കി തീർക്കുന്നതും അല്പജ്ഞാനികൾക്ക് ബുദ്ധി കൊടുക്കുന്നതും ദൈവവചനമാണ്. 119-ാം സങ്കീർത്തനം 130-ാം വാക്യം. ദൈവവചനത്തെ നിഷേധിച്ച ഒരു കാലഘട്ടം. നമുക്കറിയാം, അന്ന് ലോകത്തിൽ ഒരു സഭയേ ഉള്ളൂ, റോമൻ കാത്തലിക് ചർച്ച്. കാത്തലിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം യൂണിവേഴ്സൽ എന്നാണ്. നമ്മൾ പഠിക്കുകയുണ്ടായി, കോൺസ്റ്റന്റൈന്റെ കാലത്ത് ബിഷപ്പുമാരെ പല നിലവാരത്തിലുള്ള ബിഷപ്പുമാരെ ആക്കുന്നു. മെട്രോപൊളിറ്റൻ, അതായത് ഓരോ പട്ടണങ്ങളിലുള്ള ബിഷപ്പുമാര്, അവരുടെ മുകളിലുള്ള ബിഷപ്പുമാര്, എല്ലാറ്റിന്റെ മുകളിലുള്ള ബിഷപ്പ്, യൂണിവേഴ്സൽ ബിഷപ്പ് അല്ലെങ്കിൽ പോപ്പ്. ഇങ്ങനെ ഈ ക്രിസ്ത്യസഭയെ ഭരിക്കുവാൻ ആളുകളെ സ്ഥാനങ്ങൾ കൊടുത്ത് ആക്കിയതൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. ആ പൗരോഹിത്യ സിദ്ധാന്തം അല്ലെങ്കിൽ അവര് വളരെ കറപ്റ്റഡായി ദൈവജനം സാമാന്യജനം വായിക്കരുത്, സഭയാണ് അത് വ്യാഖ്യാനിക്കേണ്ടത് എന്നുള്ളൊരു പഠിപ്പീര് കൊണ്ടുവന്നു. AD 1129 ബൈബിൾ വാസ് ഫോർബിഡൻ ഫോർ ലേമാൻ ബൈ ദ ചർച്ച്. സാധാരണ ജനത്തിന് വേദപുസ്തകം വായിക്കാൻ അധികാരമില്ല എന്നുള്ളത് 1129 കത്തോലിക്ക സഭ പ്രഖ്യാപിക്കുകയുണ്ടായി.
അങ്ങനെ ബൈബിള് സാധാരണ ജനത്തിന് നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടം. നമ്മൾ ഓർക്കണം, കർത്താവ് അതോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, ഞാൻ ആ വാക്യം എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അവരെ അഭിനന്ദിച്ച പല കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അതിന്റെ 20-ാം വാക്യം, താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പണം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചുകളയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. കർത്താവിന്റെ വാക്കുകളാണ്. ആ വാക്കുകളിൽ വളരെ പ്രസക്തമായി പറയുന്നത്, കർത്താവ് ആരെയാ കുറ്റം പറഞ്ഞത്? ഈ സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നതാണ് കുറ്റം. നോക്കുക, സഭ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് അനുവദിച്ചു കൊടുക്കുകയാണ് ക്രിസ്തീയ സഭ. നമ്മൾ ഓർക്കണം, വചനത്തിൽ വളരെ വ്യക്തമായി ഒരു കാര്യം ഓർപ്പിച്ചിട്ടുണ്ട്. ആത്മിക വർധന വരുന്നത് ദൈവവചനത്താലാണ്. ഞാൻ 2 വാക്യം ഒന്ന് വായിക്കാം. ആത്മീയ വർധനം എങ്ങനെയാണ് വരുത്തുന്നത്? അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തില് 32-ാമത്തെ വാക്യം, പൗലോസ് എഫെസോസിൽ നിന്ന് മൂപ്പന്മാരെ വരുത്തി അവരോട് എഴുതുന്നതാണ്. ഈ ഭാഗം പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോസ്തലപ്രവൃത്തി 20:32. നിങ്ങൾക്ക് ആത്മിക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാൻ കഴിയുന്ന ദൈവവചനം, ആ വചനത്തിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കുന്നുവെന്ന് പൗലോസ് പറയുകയാണ്. ഒരു സഭ ആത്മിക വർധനവ് പ്രാപിക്കുന്നത് ദൈവവചനത്താലാണ്. ഞാൻ ഒരു വാക്യം കൂടെ പറഞ്ഞോട്ടെ. യൂദയുടെ ലേഖനം 20-ാമത്തെ വാക്യം. യൂദയുടെ ലേഖനം 20-ാമത്തെ വാക്യം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും. അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുന്നത് 3-ാമത്തെ വാക്യത്തിലുണ്ട്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസം. ഫെയ്ത്ത് വൺസ് ഫോർ എൻട്രസ്റ്റഡ് ടു ദ സെയിൻറ്റ്സ്. വിശുദ്ധന്മാരെ ദൈവം ഭരമേൽപ്പിച്ചു ദൈവത്തിന്റെ ഉപദേശങ്ങളും ഈ തിരുവചനത്തിന്റെ സത്യങ്ങളും. അതിനെ ആധാരമാക്കി വേണം നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തുവാൻ. കൃപയുടെ വചനത്തിൽ ഊന്നി നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തണം എന്നുള്ളത് വളരെ വ്യക്തമായ അപ്പോസ്തലപ്രവൃത്തികളിൽ നമ്മൾ വായിച്ചു. എന്നാൽ നമ്മൾ ഈ കാലഘട്ടത്തെ കുറിച്ച് കാണുന്നു, ലോകത്തിൽ അന്ന് ഒരു സഭയുള്ളൂ, കാത്തലിക് ചർച്ച്. ആ ചർച്ച് വചനം വായിക്കാൻ സാധാരണ ജനത്തെ അനുവദിച്ചില്ല. പിന്നെ ആരാണത് വായിച്ചത്? താൻ പ്രവാചകി എന്ന് പറയുന്നത് സഭ അനുവദിച്ചു കൊടുത്തു. നമ്മൾ കണ്ടു, ആ സഭയ്ക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന പേര് ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ. പഴയ നിയമ ചരിത്രത്തിൽ രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 16-ാം അധ്യായം, 18-ാം അധ്യായം, 21-ാം അധ്യായം, 2 രാജാക്കന്മാർ 9-ാം അധ്യായത്തിലൊക്കെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഇസബേൽ. ഇസബേൽ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇസ്രയേലിൽ ബലഹീനനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു, കിങ് ആഹാബ്. ആഹാബിന്റെ ഭാര്യയായിരുന്നു ഇസബേൽ. സീദോന്യ രാജാവായ ഇദ്ബാലിന്റെ പുത്രിയാണ് ഇസബേൽ. അവളെ വിവാഹം കഴിച്ച് ഇസ്രയേലിൽ എത്തിയപ്പോൾ ഇസബേല് അവളുടെ ദേവനെ കൂടെ കൊണ്ടുവന്നു. സീദോന്റെ ദൈവമായ ബാലിനെ കൂടെ കൊണ്ടുവന്നു. ആ ബാലിന് അവൾ ഏതാണ്ട് 850 പുരോഹിതന്മാരെ തീറ്റിപ്പോറ്റി വളർത്തിയതായിട്ട് നാം വായിക്കുന്നു. ഏലിയ പ്രവാചകന്റെ കാലത്ത് യഹോവയുടെ പ്രവാചകന്മാരെ അവൾ കൊല്ലുന്നു. ആഹാബ് രാജാവിനോ ജനത്തിനോ ഈ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയെ വെച്ചു പുലർത്തുന്നതിൽ എതിർക്കുവാനായിട്ട് ഇല്ലാതായി. ഏലിയ പ്രവാചകൻ പോലും ഭയന്നുപോയി ഒളിക്കുന്നത് നമ്മൾ വായിക്കുന്നു. ഇവിടെ ആ ചരിത്രം എടുക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇസബേല് ചെയ്തത് ഇസ്രയേൽ ഒരു പുതിയ മതം കൊണ്ടുവരികയാണ്. ഇസ്രയേലിന്റെ ടീച്ചിങ്ങും ആഹാബ് രാജാവിന്റെ ഭാര്യയായ ഇസബേല് ബാൽ ദേവന്റെ ഉപദേശങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഒരു പുതിയ മതം അവിടെ സ്ഥാപിച്ച്
850 പുരോഹിതന്മാരെ വെച്ചു പുലർത്തി ഇസ്രയേലിനെ ആത്മിക വ്യഭിചാരം ചെയ്യിച്ച ഒരു സ്ത്രീയായിരുന്നു ഇസബേൽ. ചരിത്രത്തിൽ സഭ ആ സ്ഥാനം ഏറ്റെടുത്തു. താൻ പ്രവാചകിയെന്ന് അവൾ പറയുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ എടുത്തതുകൊണ്ട് ഞാൻ വാക്യം വായിക്കുന്നില്ല. പ്രവചിക്കുന്നവൻ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനുമായി ജനത്തോട് സംസാരിക്കുന്നു. നമ്മൾ 1-2 വാക്യങ്ങൾ കണ്ടു. റോമലേഖനം 12:6 വായിക്കുന്നുണ്ട്, ഒരുത്തൻ പ്രവചിക്കുന്നെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണം. ദൈവവചനം ശുശ്രൂഷിക്കുകയാണോ? ദൈവത്തിന്റെ വചനത്തിലൂടെ ആളുകളെ പ്രബോധിപ്പിക്കുകയാണോ? അവരെ ഉത്സാഹിപ്പിക്കുകയാണോ? വെളിപ്പെടുത്തിയിരിക്കുന്ന വചനത്തിന് ആസ്പദമാക്കി വേണമെന്ന് റോമർ 12:6 വായിക്കുന്നു. ആ വിശ്വാസ പ്രമാണം യൂദായുടെ ലേഖനം 3-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചതാണ്. ആ വിശ്വാസ പ്രമാണത്തെ ആധാരമാക്കി വേണം ആത്മീയ വർധന വരുത്താൻ. എന്നാൽ അത് മാറ്റിവെച്ചിട്ട് സഭ പറയുകയാണ്, ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി, ഞങ്ങള് ഈ ദൈവവചനം ലഭിക്കുന്നതിന് മുമ്പേ സഭയുണ്ട്, ഞങ്ങൾക്കാണ് വചനം കിട്ടിയത്, ഞങ്ങളാണ് ഇത് വ്യാഖ്യാനിക്കാൻ അവകാശികൾ, സാമാന്യ ജനത്തിന് വായിപ്പാനോ ഒന്നും അവകാശമില്ല. എങ്ങനെ ആത്മീയവർധന വരും? ദൈവവചനമാണല്ലോ പ്രകാശം കൊടുക്കുന്നത്. ആ പ്രകാശം ഇല്ലാതായി. അന്ധകാര യുഗമെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് മനസ്സിലാക്കാൻ സാധിക്കും. സഭ എന്ത് ചെയ്തു? സാമാന്യ ജനങ്ങളെ കൊണ്ട് ആത്മിക വ്യഭിചാരം നടത്തുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കുകയും വിഗ്രഹാർപ്പണം തിന്നുകയും ചെയ്യുവാൻ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ. സഭ എത്ര തെറ്റിപ്പോയെന്നുള്ളത് ഓർക്കുക. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ കാലഘട്ടത്തിൽ ദൈവസഭയിൽ, ക്രിസ്ത്യൻ സഭയിൽ ബിംബാരാധന കടന്നു വരുവാനായിട്ട് തുടങ്ങി. അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ ഒരുപാട് പോകുന്നില്ല. 6ഉം 7ഉം നൂറ്റാണ്ടിലെ പാശ്ചാത്യ രാജ്യങ്ങളില് നമ്മൾ കണ്ടാൽ നമുക്ക് വായിക്കുന്നു, വിഗ്രഹങ്ങൾ ഒരു അഡോറേഷനായി മാറി. നോക്കുക, ജാതികളുടെ വിഗ്രഹാരാധന ക്രിസ്ത്യ സഭ വളരെ വ്യക്തമായി 10 കൽപ്പനകൾ എഴുതി കൊടുത്തിട്ടുണ്ട്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊന്നിന്റെയും ബിംബത്തെ ഉണ്ടാക്കുകയോ അവയെ നമസ്കരിക്കുകയോ ചെയ്യരുത്. ആ കൽപ്പന എടുത്തു മാറ്റി സഭ ദൈവജനത്തെ തെറ്റിക്കുകയാണ്. നമ്മൾ ഓർക്കണം, ദൈവജനത്തെ തെറ്റിച്ചു കളഞ്ഞു, ബിംബാരാധികളാക്കി മാറ്റി, ദുർനടപ്പ് ആചരിക്കുന്നു. മറ്റു പറഞ്ഞാൽ ആത്മിക വ്യഭിചാരത്തിലേക്ക് അവരെ നടത്തി. നാം ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നമ്മള് തിരുവചനത്തിൽ വായിക്കുന്നു, ആ ആത്മിക വ്യഭിചാരം അവസാനം വെളിപ്പാട് ദിവസം 17-ാം അധ്യായത്തിൽ വരുമ്പോൾ മർമ്മം മഹദിയാം ബാബിലോൺ വേശ്യകളുടെ മാതാവ്, വേശ്യകളുടെ മാതാവ്, ആത്മിക വ്യഭിചാരത്തിന്റെ മാതാവായി ഉൽപ്രാവണത്താൽ സഭ മാറ്റപ്പെട്ട ശേഷം ഈ സഭയെ നമ്മൾ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നമുക്ക് ദൈവം അനുവദിച്ചാൽ ആ ഭാഗത്തിലേക്ക് പിന്നീട് വരാം. എന്നാൽ ഇവിടെ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തു, എന്നാൽ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ മനസ്സില്ല. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ ആ ഭാഗം പഠിച്ചതുകൊണ്ട് ഞാൻ വിശദമായി എടുക്കുന്നില്ല. 22-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആ ദുർനടപ്പ് വിട്ടു മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലാക്കി കളയും. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ ഗൗരവം ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് ഈ വചനം നമുക്ക് നൽകിയ ശേഷം അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ആ പുസ്തകം കൂടെ നമുക്ക് നൽകിയിട്ട് അവസാനമായിട്ട് നൽകിയ കൽപ്പന എന്താണെന്ന് അറിയാമോ? ആ 22-ാം അധ്യായത്തിന്റെ 18ഉം 19ഉം വാക്യം ഒന്ന് വായിക്കാം. നമുക്ക് എല്ലാവർക്കും ആ വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട് ദിവസം 22-ന്റെ 18ഉം 19ഉം വാക്യം ദൈവവചനം നമുക്ക് നൽകിയിട്ട് പറഞ്ഞതാണ്, ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കേൾക്കുന്നവനോട് ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനങ്ങളിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും.
ചുരുക്കി പറഞ്ഞാൽ ഈ വെളിപ്പെടുത്തിയ ദൈവജനത്തോട് ഒന്നും കൂട്ടരുത്, ഒന്നും കുറയ്ക്കരുത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കാത്തലിക് ചർച്ച് എന്താ ചെയ്തത്? അവർ ദൈവവചനത്തോട് കൂട്ടിച്ചേർത്തു, ദൈവവചനത്തിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്തു. ദൈവം കൽപ്പിച്ച അനേക പ്രമാണങ്ങളെ നീക്കിക്കളഞ്ഞു. ഉദാഹരണമായിട്ട് 10 കൽപ്പന നീക്കിക്കളഞ്ഞു. കൽപ്പന 10 തീർക്കാൻ കാറ്റക്കിസത്തിലൊക്കെ വേറെ ഒരു കൽപ്പന 2 മുറിച്ചിട്ട് ചേർത്തു. ആളുകളെ വഞ്ചിക്കുകയാണ്. വളരെ വ്യക്തമായി ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് സാക്ഷിക്കുകയാണ് അവസാനമായി, ഈ പുസ്തകത്തിൽ നിന്നൊന്നും ആരും ഇതിനോട് കൂട്ടരുത്, അതിൽ നിന്നൊന്നും കുറയ്ക്കരുത്. വളരെ വ്യക്തമായി ഇതിൽ നിന്ന് കുറച്ചു, വളരെ വ്യക്തമായി ഇതിനോട് കൂട്ടി. എന്താ കർത്താവ് പറഞ്ഞത്? അങ്ങനെ ചെയ്താൽ ഈ പ്രവചന പുസ്തകത്തിലെ ആരെങ്കിലും വല്ലതും അവിടെ എഴുതിയിട്ടുണ്ട് കൂട്ടിയാൽ, ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകൾ ഞാൻ അവന് വരുത്തും. ഈ പുസ്തകം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. മഹാപീഡന കാലഘട്ടം 4-ാം അധ്യായത്തിൽ ഇവിടെ ഇങ്ങനെ വായിക്കുന്നു, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ കാണിച്ചു തരാം. സഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട ശേഷം 19-ാം അധ്യായത്തിന്റെ മധ്യഭാഗം വരെ ഈ ലോകത്തിൽ നടക്കുന്ന വലിയ കഷ്ടതയുടെ കാലഘട്ടം, അന്ന് ലോകത്തിൽ സംഭവിക്കുന്ന ബാധകൾ, അന്ന് ലോകത്തിൽ സംഭവിക്കുന്ന കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ. വചനത്തിൽ എന്താ പറഞ്ഞത്? ആരെങ്കിലും ഇതിനോട് കൂട്ടിയാൽ ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിക്കുന്ന ബാധകൾ അവന് വരുത്തും. ഇനി നമുക്ക് ഈ പുസ്തകത്തിൽ പറഞ്ഞതൊന്ന് നോക്കാം. ഈ സഭയോട് പറഞ്ഞത് എന്താണ്? 2-ാം അധ്യായത്തിന്റെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ ഞാൻ അവളെ വലിയ കഷ്ടതയിലാണ്. നമ്മളെ കണ്ടില്ലേ 22-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഈ പുസ്തകത്തിലെ ബാധകൾ അവന് വരുത്തും. സൗരന്മാരെ, എന്താണത് കാണിക്കുന്നത്? നമ്മുടെ കർത്താവ് വന്ന് മധ്യാകാശത്തിൽ വന്ന് തന്റെ ജനത്തെ, രക്ഷിക്കപ്പെട്ട ജനത്തെ തന്റെ അടുക്കലേക്ക് എടുത്തുകൊള്ളപ്പെടുമ്പോൾ ഈ സഭ ഇവിടെ കാണും. ഇതിൽ എഴുതിയിരിക്കുന്ന ബാധകളൊക്കെ അവർ കടന്നു പോകും. മഹോപദ്രവ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരിക്കും. ഈ ബാധകളെല്ലാം അവർക്ക് സംഭവിക്കും. ഞാൻ അവരെ വലിയ കഷ്ടത്തിലാക്കി കളയും. അവരുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. നമ്മൾ ഓർക്കണം, പ്രൊട്ടസ്റ്റന്റ് സഭ ഉണ്ടായിട്ടില്ല, 1517 എന്നാൽ ഈ കത്തോലിക്ക സഭയ്ക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞ ആഴ്ചയില് മക്കളുണ്ടായി. ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത് കോൺസ്റ്റന്റൈന്റെ കാലത്ത് 3 മെട്രോപൊളിറ്റൻ ബിഷപ്പുമാരെ ആക്കി. ആ 3 ബിഷപ്പുമാരുടെ മുകളിൽ ഒരു യൂണിവേഴ്സൽ ബിഷപ്പിനെ ആക്കുവാൻ റോം അതിനുവേണ്ടി പരിശ്രമം നടത്തിയപ്പോൾ കോൺസ്റ്റന്റീനോപ്പിളിലെ മെട്രോപൊളിറ്റൻ ബിഷപ്പ് അതിനെ എതിർക്കുന്നു. ആ എതിർപ്പിന്റെ ഫലമായി അവര് ഈ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു വന്ന് അവരുടേതായ ഒരു സഭയുണ്ടാക്കി. ആ സഭയുടെ പേരാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച്. നമ്മൾ ഓർക്കണം, ആ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് കാത്തലിക് ചർച്ച് പോലെ തന്നെയാണ്. അമ്മയെ പോലെ തന്നെ ഇരിക്കുന്ന മകൾ ദൈവജനത്തിൽ കണ്ടോ? ദൈവജനത്തിൽ പറഞ്ഞിരിക്കുന്ന കണ്ടോ? ഞാൻ അവളെയും അവളുടെ മക്കളെയും കൊന്നുകളയും, ഞാൻ അവരെ വലിയ കഷ്ടതയിലാക്കിക്കളയും. എത്ര സത്യമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. എന്നിട്ട് കർത്താവ് പറഞ്ഞു നോക്കുക, 23 ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. എന്തിനാണ് കർത്താവ് ഇവിടെ അത് പറഞ്ഞത്? ഞാൻ ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നമ്മൾ ഓർക്കണം, സങ്കീർത്തനങ്ങൾ 7:9 ഒരു വാക്യം പറയുന്നുണ്ട്, നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നു. ഇവിടെ എടുത്തു പറഞ്ഞു 23-ാം വാക്യത്തിൽ, ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. ഇവിടെ പറഞ്ഞത് ഓർക്കണം, സകല സഭകളും അറിയുന്ന ഒരു കാലഘട്ടം. എന്താ കാര്യം? ഇവരെന്തുകൊണ്ടാണ് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തിട്ടും മാനസാന്തരപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ഇസബേലിന്റെ വാക്കുകൾ കേൾക്കാൻ അവർ സന്നദ്ധരായി മാറുന്നത്? അതിന്റെ കാരണം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കർത്താവ് പറഞ്ഞു, സകല സഭകളെയും ഞാൻ അറിയിക്കും. എന്താണ് അവർ
ഇത് വേർപെട്ട് വരാത്തതിന്റെ കാരണം അവരെ മാനസാന്തരപ്പെടുവാൻ ഞാൻ സമയം കൊടുത്തു. ഞാൻ അനേക ദൈവദാസന്മാരെ എഴുന്നേൽപ്പിച്ചു. അവരുടെ വായിലൂടെ ഈ സത്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവർക്ക് അവിടം വിട്ടുപോരുവാൻ, ഇസബേലിന്റെ വാക്കുകൾ വിട്ടുപോരുവാൻ അവർക്ക് മനസ്സില്ല. എന്താ കാരണം? ഞാൻ 1-2 വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം കർത്താവ് പറഞ്ഞ വാക്കാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 41-ാം വാക്യം. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല, എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹമില്ല എന്ന് ഞാൻ അറിയുന്നു. അടുത്തത് അതിന്റെ 44-ാം വാക്യം നോക്കിക്കാട്ടെ. തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? കർത്താവ് ചോദിച്ച വാക്കാണ്. നിങ്ങൾ അന്യോന്യം ബഹുമാനം അന്വേഷിക്കുകയാണ്, ഏകസത്യ ദൈവത്തിൽ നിന്ന് നിങ്ങൾ ബഹുമാനം അന്വേഷിക്കുന്നില്ല. നിങ്ങള് അങ്ങനെ അന്വേഷിക്കുന്നതിന്റെ ഫലമായി 12-ാം അധ്യായം നോക്കിക്കാട്ടെ. യോഹന്നാന്റെ സുവിശേഷം തന്നെ 12-ാം അധ്യായം. നമ്മുടെ കർത്താവ് ഓർപ്പിച്ചതാണ് ഈ ഭാഗവും. 12-ന്റെ 12-ഉം 13-ഉം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 42-ഉം 43-ഉം വാക്യം. 42-ഉം 43-ഉം. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. വള്ളിപ്രശ്നരാകാതിരിപ്പാൻ പരീശന്മാർ ദിവസം ഏറ്റ് പറഞ്ഞില്ല താനും. അടുത്ത വാക്യം നോക്കണേ, 43. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. അവർ ദൈവത്താലുള്ള മാനത്തെക്കാട്ടിൽ അധികം മനുഷ്യരാലുള്ള മാനത്തെ സ്നേഹിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർക്ക് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അവർ അവിടെ നിന്ന് പോരാത്തത്? ഇസബേലിന്റെ വാക്കുകളിൽ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ കാരണം എന്നാണ്? ദൈവജനം പറയുന്നത് എന്താണ്? ദൈവത്താലുള്ള മാനത്തെക്കാട്ടിൽ മനുഷ്യരാലുള്ള മാനത്തെ അവർ ശ്രേഷ്ഠമെന്ന് കരുതി അധികം സ്നേഹിച്ചു. അവർക്ക് സമൂഹത്തില് സ്ഥാനം വേണം, അവർക്ക് സമൂഹത്തിൽ മാനം വേണം, സ്ഥാനം വേണം അവർക്ക്. അതുകൊണ്ട് ഈ ഇസബേലിന്റെ വാക്കുകൾ കേൾക്കുകയാണ്. ദൈവപുത്രന്റെ വാക്കുകൾക്ക് പ്രാധാന്യതയില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയുമാറാക്കും. ന്യായവിധി ദിവസത്തിൽ അവൻ മറ്റുള്ളവരോട് തെളിയിച്ചു കൊടുക്കും. എന്തുകൊണ്ടാണ് നീ ഇസബേലിന്റെ വാക്കുകൾ കേട്ടവിടെ നിൽക്കുന്നത്? കർത്താവ് അത് തെളിയിക്കും. ഞാൻ എബ്രായലേഖനത്തിൽ നിന്നൊരു വാക്കൊന്ന് ഓർപ്പിച്ചോട്ടെ. ക്രിസ്തുവിനെ അവന്റെ വാക്ക് കേൾക്കണം. എബ്രായലേഖനം 13-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നോക്കിയാട്ടെ. 13-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കുന്നത്. എന്റെ സഹോദരി സഹോദരന്മാരെ, വളരെ വ്യക്തമായി എബ്രായലേഖന കർത്താവ് പറയുന്നുണ്ട്, നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്തേക്ക് അവന്റെ അടുക്കൽ ചെല്ലുക. ഇതൊരു വലിയ പാളയമാണ്, ഇതൊരു സമൂഹം, ഒരു പാളയമാണ്. എന്നാൽ ഇതിന്റെ പുറത്താണ് കർത്താവ്. നമ്മൾ ഓർക്കണം, കർത്താവ് ഇവിടെ ഇല്ല. ഇവിടെ ഇസബേലിന്റെ വാക്കുകൾക്കാണ് പ്രാധാന്യത. അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഒരു വാക്ക് ഓർക്കണം, യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ, ദൈവവചനം അംഗീകരിക്കുമ്പോൾ, കർത്താവിന്റെ വചനത്തിന് പ്രാധാന്യത കൊടുക്കുമ്പോൾ, നമ്മൾ കണ്ടതുപോലെ മനുഷ്യരാലുള്ള മാനത്തിന് പ്രാധാന്യത കൊടുത്തു. ദൈവത്താലുള്ള മാനത്തെക്കാട്ടിൽ മനുഷ്യരാലുള്ള മാനം. എന്നാൽ ദൈവത്തിന്റെ മാനം അന്വേഷിക്കുന്നവർ ആ നിന്ന് ചുമന്നുകൊണ്ട് അവന്റെ അടുക്കലേക്ക് പാളയത്തിന്റെ പുറത്ത് ചെല്ലും. ഇവിടെ നമുക്ക് നിലനിൽക്കുന്നതൊന്നുമില്ല. ആകയാൽ അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് ആ പാളയത്തിന്റെ പുറത്തേക്ക് പോകുവാൻ നമ്മളോട് കർത്താവ് ആവശ്യപ്പെടുകയാണ്. വീണ്ടും നമുക്ക് ആ ഭാഗത്തിലേക്ക് മടങ്ങി വരാം. 23-ാം വാക്യത്തിന്റെ ആരായുന്നവനെന്നറിയും, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്കേവർക്കും പകരം ചെയ്യും. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം. സഹോദരന്മാരെ, ആൻഡ് ഐ വിൽ ഗിവ് unto each one of you according to your works. നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് അനുസരിച്ച് ഞാൻ കൊടുക്കും. വെളിപ്പാട് 20:12 അവിടെ ന്യായവിധിക്കുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പുസ്തകങ്ങൾ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം
മരിച്ചവർക്ക് അവിടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. ഓരോരുത്തർക്ക് അവനവന്റെ പ്രവൃത്തിക്കനുസരിച്ച് ന്യായം വിധിക്കുന്ന കർത്താവ്. എന്നാല് നമ്മൾ അടുത്തതായിട്ട് നോക്കുക, അതിൻ്റെ ഒരു ചെറിയ സമൂഹം ഉണ്ടായിരുന്നു ഈ സമയത്തും കർത്താവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവർ. 24-ാം വാക്യം നോക്കാട്ടെ. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയുന്ന പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും ത്വയഥൈരയിലെ ശേഷം പോരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഈ ഡാർക്ക് ഏജിലും ഒരു ചെറിയ ശേഷിപ്പ് കർത്താവിനുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നു 20-ാം വാക്യം നോക്കാട്ടെ. 20-ാം വാക്യത്തിൽ വായിച്ചു നമ്മള്, എങ്കിലും പ്രവാചക എന്ന് പറഞ്ഞ് എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുന്നു. എന്റെ ദാസന്മാർ. 24-ാം വാക്യത്തില് ശേഷം പേരോട് അവിടെ വായിക്കുന്നു, ഈ ഉപദേശം കൈക്കൊള്ളാത്ത ശേഷം പേരോട്. ഈ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയുടെ ഉപദേശം, ഈ സഭ പറയുന്ന ഉപദേശങ്ങൾ പിടിച്ചുകൊള്ളാത്ത ഒരു കൂട്ടം ചെറിയ സമൂഹമുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, അവരുടെ മേൽ ഞാൻ വേറെ ഒരു ഭാരം വെക്കുന്നില്ല. ഇവിടെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ആ 24-ാം വാക്യത്തില് സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത. നമ്മള് ശ്രദ്ധിച്ചു നോക്കിയാൽ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത, നമ്മൾ ഓർക്കണം, ഡീപ് തിങ്സ് ഓഫ് സേറ്റൻ. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. മത്തായി 16:18. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ദൈവസഭയ്ക്ക് എന്നും പൈശാചികന്റെ എതിർപ്പുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നു. സ്മിർന സഭയോട് നമ്മൾ കണ്ടു, സ്മിർന സഭ പീഡ അനുഭവിച്ച സഭയാണ്. റോമൻ ചക്രവർത്തിമാർ കൊന്നൊടുക്കിയ സഭ. അതിന്റെ 9-ാം വാക്യം നോക്കാട്ടെ. അവിടെ വായിക്കുന്നുണ്ട്, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണം. അവിടെ രേഖപ്പെടുത്തി, സാത്താന്റെ പള്ളിക്കാര് പെർഗമോ സഭയോട് പറഞ്ഞു, 2:13 നോക്കാട്ടെ. അവര് പാർക്കുന്നത് സാത്താന്റെ സിംഹാസനമുള്ള ഇടമാണ്. സാത്താന്റെ സിംഹാസനമുള്ള ഇടമാണ്. ത്വൈതര കാലയളവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കണ്ടു 24-ാം വാക്യത്തിൽ സാത്താന്റെ ആഴങ്ങൾ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്മിർന കാലയളവിൽ സാത്താന്റെ പള്ളിക്കാരുടെ ദൂഷണം, ദൈവജനത്തെ ദൂഷണം പറയുന്നവർ സാത്താന്റെ പള്ളിക്കാരാണ്. പെർഗമോസ് കാലയളവിൽ 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, സാത്താൻ പാർക്കുന്ന സാത്താന്റെ സിംഹാസനമുള്ള ഇടം. നമ്മൾ ഇപ്പോൾ വായിച്ചു ത്വൈതര, സാത്താന്റെ ആഴങ്ങൾ, ഡെപ്ത് ഓഫ് സേറ്റൻ, ഇസബേലിന്റെ തന്ത്രം. നമ്മൾ കണ്ടു കർത്താവ് പറഞ്ഞ ഉപമ, കടുകുമണിയോളം, ദൈവരാജ്യം കടുകുമണിയോട് സദൃശം. സസ്യങ്ങളിൽ ഏറ്റവും ചെറുതാണ്, എന്നാൽ അത് വളർന്ന് വലിയൊരു സസ്യമായി, വലിയൊരു വൃക്ഷമായി. പറവകളും വന്ന് അതിൻ്റെ കൊമ്പുകളിൽ കൂടുവെച്ചു. ആ പറവകൾ എന്താണെന്ന് കർത്താവ് തന്നെ വ്യാഖ്യാനിച്ചു. ആ വിത്തുകൾ വിതയ്ക്കുന്നത് പെറുക്കിക്കൊണ്ടുപോകുന്ന പറവകൾ. ആ പറവകളെ കുറിച്ച് പറഞ്ഞു, അവർ ഗ്രഹിക്കായകയാൽ ദുഷ്ടൻ എടുത്തുകൊണ്ടുപോയി. ആ പറവകളെ കാണിക്കുന്നത് ദുഷ്ടനെയാണ്, സാത്താനെയാണ്. ഇപ്പൊ നമ്മളൊന്ന് ഓർത്തേ, സാത്താൻ എവിടെയാണ്? ഈ വളർന്ന് പന്തലിച്ച ഈ കടുകുമണിയോട് സദൃശ്യമായ ചെറിയ കൂട്ടങ്ങളായിരുന്ന ദൈവസഭ വലിയ വലുപ്പമായി റോമൻ സാമ്രാജ്യത്തിന്റെ മതമായി കുസ്തന്തിനോസിന്റെ കാലഘട്ടത്തിൽ അതിന്റെ ശിഖരങ്ങളിൽ നിന്ന് കൂടുവച്ചിരിക്കുന്ന സാത്താനാണ്. നമ്മൾ ഇവിടെ വരുമ്പോൾ സാത്താന്റെ ആഴങ്ങൾ, ഇസബേലിലൂടെ പൈശാചികന്റെ തന്ത്രങ്ങൾ, സഭയിലൂടെ പുറത്തു കൊണ്ടുവന്ന ഫോൾസ് ടീച്ചിങ്, ഭയങ്കരമായ ടീച്ചിങ്. എന്നാൽ നമ്മൾ ഓർക്കണം, ദൈവജനത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്യം ഞാനൊന്ന് വായിച്ചോട്ടെ. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഇവര് സാത്താന്റെ ആഴങ്ങൾ അറിയുന്ന ഒരു കൂട്ടരാണ്. എന്നാൽ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നമുക്ക് ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ഇവിടെ നമ്മൾ നോക്കിക്കാട്ടെ, നമ്മളിൽ വസിക്കുന്ന ആത്മാവ്
ദൈവത്തിന്റെ ആഴങ്ങളെയാണ് പരിശോധിക്കുന്നത്. എന്നാൽ ഈ സഭയോ, ഈ കാത്തലിക് ചർച്ചോ സാത്താന്റെ ആഴങ്ങള് അവിടെ കടന്നു വന്നിരിക്കുന്ന ഉപദേശങ്ങൾ, കടന്നു വന്നിരിക്കുന്ന ഫോൾസ് ടീച്ചിങ് ആണ് എന്നുള്ളത് പ്രത്യാലോചന. പൈശാചികൻ അവരെ തെറ്റിക്കുകയാണ്. അതിന്റെ 25-ാം വാക്യം നമുക്ക് നോക്കാം. ആ ചെറിയൊരു ശേഷിപ്പ് അവിടെ ഉണ്ടല്ലോ. ഈ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ത്വയതൈരയിലെ ശേഷം പേര്, അവരോട് കർത്താവ് പറയുന്നു 25-ാം വാക്യം, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീനെന്ന് ഞാൻ കൽപ്പിക്കുന്നു. അവൾ ഇവിടെ ഒരു കാര്യം പ്രത്യാൽ മനസ്സിലാകുന്നു. ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവാൻ. കർത്താവ് വരുന്നത് വരെ ഈ സഭയുണ്ട്. കർത്താവ് വരുന്നത് വരെ ഈ ക്യാരക്ടറുള്ള സഭ ഇവിടെ ഉണ്ട്. വേറെ 22-ാം വാക്യത്തിൽ കണ്ടു, ഞാൻ നിന്നെ വലിയ കഷ്ടതയിലാക്കി കളയും. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, കർത്താവിന്റെ 2-ാം വരവിൽ ഈ സഭ ഈ ലോകത്തിലുണ്ട്. മഹാകഷ്ടം ഇവിടെ ആരംഭിക്കുമ്പോൾ ഈ സഭ ഇവിടെ ഉണ്ട്. ഈ സഭയിലെ ഒരു കൂട്ടം വിശ്വസ്തരായ ഒരു കൂട്ടം വിശ്വസ്തരായവരുണ്ടായിരുന്നു. അവരാണ് ത്വയതൈരയിലെ ശേഷം പേര്. അവർ ഈ ആഴങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല സാത്താന്റെ. അവരുടെ മേൽ കർത്താവ് വേറെ ഒരു ഭാരം വെച്ചിട്ടില്ല. ഉപദേശത്തിന്റെ നൈർമല്യതയൊന്നും അവർ ഗ്രഹിച്ചു കാണില്ല. എന്നാൽ ഈ സാത്താന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങാതെ, ഇസബേലിന്റെ വാക്കുകൾ അനുസരിക്കാതെ, ദൈവപുത്രന്റെ വാക്കുകൾക്ക് പ്രാധാന്യത കൊടുത്ത ഒരു സമൂഹം, അവരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുക. ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുക. എൻ്റെ സഹോദരന്മാരെ, ഇവിടെ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായി. 2 ശബ്ദം ഇവിടെ കേൾക്കുന്നുണ്ട്. 20-ാം വാക്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ താൻ പ്രവാചക എന്ന് പറയുന്ന ഇസബേലിന്റെ ശബ്ദം നമ്മൾ പഠിക്കുകയായിരുന്നു. അത് ക്രിസ്ത്യ സഭയുടെ ശബ്ദമാണ്. തെറ്റായ സഭ പഠിപ്പിക്കുന്ന സംഭവമാണ്. എന്നാൽ മറ്റേ ശബ്ദം ആരുടേതാണ്? യേശുക്രിസ്തുവിന്റെ ശബ്ദം. മനുഷ്യനെ തെരഞ്ഞെടുക്കാം. ഇസബേലിനെ അനുസരിക്കണോ? സഭ പറയുന്നത് കേൾക്കണോ? അതനുസരിച്ച് പോകണോ? അവളുടെ ഉപദേശത്തിൽ ഊന്നണോ? സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞ് നിൽക്കണോ? നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു, ഞാനും 2-3 വേറെ 2 സഹോദരന്മാർ കൂടി ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു വീട്ടിൽ കടന്നുപോയി. കർത്താവിന്റെ വചനം അറിയിക്കാൻ പോയതാണ്. വളരെ വ്യക്തമായി ഞങ്ങൾ അവരോട് പറഞ്ഞു, ഭർത്താവിന് കേൾക്കുവാൻ വളരെ താല്പര്യമുണ്ട്, ഭാര്യയ്ക്ക് താല്പര്യമില്ല. അവരാ കതകിന്റെ അവിടെ വന്നു നിന്നു. വളരെ ഞങ്ങളോട് വിരക്തിയോടുകൂടെ ആ വാക്കുകൾ കേട്ടിട്ട് അവസാനം ആ സ്ത്രീ ഞങ്ങളോട് പറയുകയാണ്, ഞങ്ങൾ നരകത്തിൽ പൊയ്ക്കോളാം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇസബേല് പറയുന്നത്, ഈ സഭ പറയുന്നത് മാത്രമേ അനുസരിക്കുകയുള്ളൂ, യേശുക്രിസ്തു പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് തീർത്ത് കൽപ്പിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു. ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പണം മോഹിച്ചു വന്നതല്ല. ഞങ്ങൾ ഓരോരുത്തരും നല്ല ജോലി ഉണ്ടായിരുന്ന വ്യക്തികളാണ്. എൻ്റെ കൂടെ വന്നിരിക്കുന്ന ഈ സഹോദരൻ ഒരു ഷിപ്പിന്റെ ക്യാപ്റ്റനായിരുന്നു. ഞാൻ വിദേശ രാജ്യത്ത് ജോലിയുള്ളൊരു വ്യക്തിയായിരുന്നു. ഞാൻ ജോലി രാജിവെച്ച് തിരിച്ചു വന്നതാണ്. ഞങ്ങൾ വന്നത് നിങ്ങളോട് സത്യം പറയാൻ. ഒരു നരകമുണ്ട്, ഭയാനകമായ ഒരു തീ കാത്തിരിക്കുന്നുണ്ട്. ആ ശിക്ഷയിൽ നിങ്ങൾ അകപ്പെടരുത് എന്ന് കരുതി ക്രൂശിൽ മരിച്ച കർത്താവിന്റെ സുവിശേഷം അറിയിക്കാൻ വന്നതാണ്. നിങ്ങൾക്ക് മനസ്സില്ലയോ കേൾക്കാൻ? നിങ്ങൾ നരകത്തിൽ പോകാൻ തീരുമാനമെടുക്കുകയാണോ? ഞങ്ങൾ പോകുന്നെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ സ്ഥലം വിട്ടു. ഞാൻ ഓർപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ളൊരു കൂട്ടത്തിൽ കിടക്കുകയാണ്. ഇസബേലിന്റെ ഉപദേശം കേൾക്കാൻ അവർക്ക് താല്പര്യം. അവർക്ക് അവിടെ വിട്ടുപോരുവാൻ താല്പര്യമില്ല. ദൈവപുത്രന്റെ വാക്കുകൾക്ക് പ്രാധാന്യതയില്ല. എത്രയോ പേരാണ് അങ്ങനെയുള്ളത്. ഭയങ്കരമാണ്. കർത്താവ് ഒരു ദിവസം തെളിയിക്കും, എന്തിനാണ് നീ അവിടെ ആ വാക്ക് കേട്ട് കിടന്നത്? ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയുമാറാക്കും. നീ അന്വേഷിച്ചത് മനുഷ്യരാലുള്ള മാനമാണ്, ദൈവത്താലുള്ള മാനമല്ല. ക്രിസ്തുവിനെ നിന്നെ ചുമക്കുവാൻ നിനക്ക് മനസ്സില്ല. സൗരന്മാരെ, നമുക്കതിനുള്ള ഭാഗ്യം ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ ഇവിടെ പ്രതിഫലം കർത്താവ് പറയുന്നത് ചിന്തനീയമായ ഒരു ഭാഗമാണ്. എന്താ കാരണമെന്നറിയാമോ? കാത്തലിക് ചർച്ച്, ഈ പോപ്പുമാര് ശ്രമിച്ചത്
രാജാക്കന്മാരെ വാഴിക്കാനും നീക്കുവാനും നിങ്ങൾ ചരിത്രം എടുത്തു നോക്കിയാൽ ഈ കാലഘട്ടങ്ങളിൽ ഭരിക്കുവാൻ നമ്മൾ ഓർക്കണം, അവര് ആളുകളെ കൊല്ലിക്കുവാനും കൊല്ലുവാനും, ഞാൻ കഴിഞ്ഞ ദിവസവും ഓർപ്പിച്ചു, ഈ സഭയ്ക്ക് വിധേയപ്പെടാത്തവരെ, അവരോട് എതിർക്കുന്നവരെ കൊല്ലുന്ന ഒരു സഭയായിരുന്നു. ഈ ഡാർക്ക് ഏജിൽ 50 മില്യൺ ആളുകളെ കൊന്നതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാത്തലിക് ചർച്ച് കൊന്നു. അവരെ അധികാരത്തിന് വേണ്ടി പാപമോചന ചീട്ടും, അതുപോലെ അവർക്ക് ഈ ഉപദേശത്തിന് വേണ്ടി, അതിന്റെ പ്രാധാന്യതയ്ക്ക് വേണ്ടി അവര് ബർസ്ബുഖാന അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശുശ്രൂഷകൾ നടത്തി സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ബർസ്ബുഖാന, പർഗേട്ടറി എന്ന് പറയുന്ന ഉപദേശമൊക്കെ അവര് കൊണ്ടുവന്നു ജനത്തെ തെറ്റിച്ച് കളയുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. 2 ബാബിലോൺസ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, ഹിസ്ലൂപ്പ് എഴുതിയ. ആ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. ആ ബുക്ക് ആധികാരികമായ ഒരു ബുക്കാണ്. ആ ബുക്കിനകത്ത് പറയുമ്പോൾ ദൈവജനത്തോടൊന്നും കൂട്ടരുതൊന്നും കുറയ്ക്കരുതെന്ന് പറഞ്ഞതിൽ എന്തെല്ലാം ഇവർ കൂട്ടി. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മാസ്. അതായത് ക്രിസ്തു ഒരിക്കലായി എന്നേക്കും നമുക്ക് വേണ്ടി സാധിപ്പിച്ച ആ രക്ഷ ചലഞ്ച് ചെയ്തുകൊണ്ട് പുരോഹിതന്മാർ അൽത്താരയില് വീണ്ടും വീണ്ടും ആ യാഗത്തിന്റെ തുടർമാനമായ മാസ് നടത്തുന്നു. ദൈവജനത്തിൽ ഇല്ലാത്ത കാര്യം. 2, സ്പ്രിംഗ്ലിംഗ് ഓഫ് ഇൻഫൻസ്. കുട്ടികളെ വെള്ളം തളിച്ച് അവരെ പുതുജനനം കൊടുക്കുന്നു എന്ന ഉപദേശം. ഹോളി വാട്ടർ AD 850 കൊണ്ടുവന്ന ഉപദേശമാണ്. മറിയയെ ആരാധിക്കുന്ന ഉപദേശം AD 995 കൊണ്ടുവന്നതാണ്. ഫാസ്റ്റിംഗ് ആൻഡ് ഫ്രൈഡേ ഡ്യൂറിങ് ലെന്റ്. നോക്കുക, വെള്ളിയാഴ്ച തോറും ഉപവസിക്കുകയും അതുപോലെ തന്നെ ഈ നൊയമ്പിന്റെ കാലയളവൊക്കെ കൊണ്ടുവന്നത് AD 786 പുരോഹിതന്മാർ വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യ പട്ടമേൽക്കുക 1079 കൊണ്ടുവന്ന ഉപദേശമാണ്. പ്രാക്ടീസ് ഓഫ് മോണോസ്റ്റിസിസം, അതായത് അവരെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ വിവാഹം കഴിക്കാതെ മൊണാസ്ട്രിയിൽ ജീവിക്കുന്ന ഉപദേശം 4ാം സെഞ്ചുറിയിൽ കൊണ്ടുവന്നതാണ്. കുംഭസാരം എന്ന് പറയുന്ന തെറ്റായ ഒരു ഉപദേശം 1854 കൊണ്ടുവന്നതാണ്. 1950 നവംബർ 1 പിയൂസ് 12 എന്ന മാർപ്പാപ്പയാണ് മേരി ഉടലോടെ സ്വർഗത്തിലേക്ക് പോയി എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മറിയ ഉടലോടെ സ്വർഗത്തിൽ പോയി. എവിടെ നിന്ന് കിട്ടി ഈ ഉപദേശങ്ങൾ? അതോട് ചേർത്ത് മെഴുകുതിരി, ഹോളി വാട്ടർ, അതുപോലെ തന്നെ ഇൻസെൻസ് അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങൾ കത്തിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, പാഗനിസം, ജാതി ആചാരങ്ങളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നതാണിത്. ഈ കാത്തലിസിസം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കും, യഹൂദന്മാരുടെ ആചാരവും ക്രിസ്ത്യ ഉപദേശത്തിന്റെ ഭാഗങ്ങളും ജാതി ആചാരങ്ങളും 3 കൂടെ എടുത്ത് മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു പുതിയ സിസ്റ്റമാണ് ഈ കാത്തലിക് സിസ്റ്റം. ഇറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യാനിറ്റി. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയെ യഹൂദ മതത്തോട് ചേർത്ത് ബാലിന്റെ മതം കൂടെ ചേർത്ത് ഒരു പുതിയ മതമുണ്ടാക്കിയ ഇസബേലിനെ പോലെ കത്തോലിസിസം എന്ന് പറയുന്നത് ജാതി ആചാരങ്ങൾ മുഴുവൻ എടുത്ത് ആ ക്രിസ്ത്യ സഭയും യഹൂദ മതങ്ങളുടെ ഉപദേശങ്ങളിൽ അതെല്ലാം കൊണ്ടുവന്നു. ഓപ്പിനെ അനോയിറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പഠിച്ചാൽ എത്ര കോടി രൂപയുടെ വസ്ത്രമാണ് അന്ന് ധരിക്കുന്നത്? എവിടെ കിട്ടി ഇതൊക്കെ? എവിടെ നിന്ന് കൊണ്ടുവന്നു ഇതൊക്കെ? നമ്മൾ കണ്ടില്ലേ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ, ആ സ്ത്രീ സഭ പ്രവാചികയാണെന്ന് പറഞ്ഞ് ജനത്തെ തെറ്റിച്ചു കളയുന്ന ഒരു ഭയങ്കര ഉപദേശം. ഞാൻ ഒരു ഭാഗം കൂടെ എടുത്തിട്ട് അത് അവസാനിപ്പിക്കാം. ഈ റോമൻ പോപ്പുമാര് ഭരിക്കുവാൻ, ഭരണകൂടങ്ങളെ സ്വാധീനിക്കുവാൻ അവരൊരുപാട് ശ്രമിച്ചവരാണ്. രാജാക്കന്മാരെ വാഴിക്കുകയും രാജാക്കന്മാരെ നീക്കുകയും ചെയ്തത് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു. അങ്ങനെ ഭരണത്തിനു വേണ്ടി കൊതിച്ച ഈ ജനങ്ങളുടെ മധ്യത്തിൽ ഒരു ചെറിയ കൂട്ടം വിശ്വാസികൾ
There was a remnant for the Lord. അവരുടെ മേൽ മറ്റൊരു ഭാരം വെക്കാതെ അവർക്ക് കർത്താവ് വാക്ക് പറഞ്ഞ് നോക്കുക. പ്രതിഫലം 26-ാം വാക്യം നോക്കാട്ടെ. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്തവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. 2, ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഭരിക്കുവാൻ കൊതിച്ച റോമൻ സഭയുടെ കാലഘട്ടം, അന്ധകാര യുഗത്തിന്റെ കാലഘട്ടം, അവിടെ കർത്താവിനെ സ്നേഹിച്ച ഒരു ചെറിയ സമൂഹം ശേഷം പേരോട്, എന്റെ ദാസന്മാർ, ഈ സാത്താന്റെ ആഴങ്ങൾ അറിയാത്തവർ, അവരുടെ മേൽ ഞാൻ വേറെ ഒരു ഭാരം വെക്കുന്നില്ല, ജയിക്കുകയും ഞാൻ പറഞ്ഞത് അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് കർത്താവ് ആദ്യം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? കർത്താവ് മടങ്ങി വരുമ്പോൾ എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ഇരുമ്പുകോൽ കൊണ്ട് ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവർ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. കുശവന്റെ പാത്രങ്ങൾ പോലെ ഇപ്പോൾ ഇത് ഈ പറയുന്നത് എന്താണ്? നമുക്ക് നോക്കാം. സങ്കീർത്തനങ്ങൾ 2 എടുത്താട്ടെ. ഈ പറയുന്നത് എന്താണ്? ആദ്യം പറഞ്ഞ പ്രതിഫലം സങ്കീർത്തനങ്ങൾ 2, അവിടെ മശിഹ സങ്കീർത്തനമാണ്. സങ്കീർത്തനങ്ങൾ 2:6 തൊട്ടുള്ള വാക്യം, എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും. കുശവൻ പാത്രങ്ങൾ പോലെ അവരെ ഉടയ്ക്കും. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം അവിടെ പറഞ്ഞ വാക്ക് കണ്ടോ? ഇത് സഹസ്രാബ്ദ വാഴ്ചയാണ്. കർത്താവ് മടങ്ങി വന്ന് രാജാവായി ഭരിക്കുന്ന കാലഘട്ടം, പുതിയ ഭൂമിക്ക് മുമ്പുള്ള കാലഘട്ടം. യേശുക്രിസ്തു ഇന്ന് മടങ്ങി വരികയാണെങ്കിൽ മഹോപദ്രവം നമ്മളെ ചേർത്ത് കഴിഞ്ഞാൽ 7 വർഷം മഹോപദ്രവം കഴിഞ്ഞിട്ട് കർത്താവ് ഭൂമിയിൽ രാജാവായി വാഴുവാൻ വരുമ്പോൾ അന്ന് ലോകജാതികളെ അവൻ ഭരിക്കും. എന്നാൽ ഇവിടെ പറഞ്ഞ വാക്ക് നോക്കാട്ടെ, ഭൂമിയുടെ അറ്റങ്ങളെ അവകാശമായി തരും, അവന് കൊടുക്കും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും. എന്തിനാ ഇരുമ്പുകോൽ കൊണ്ടുള്ള മരണം? 1000 ആണ്ട് വാഴ്ചയിലും കർത്താവിനെ അനുസരിക്കാത്ത രാഷ്ട്രങ്ങൾ ഉണ്ടായിരിക്കും. ആ രാഷ്ട്രങ്ങൾ അനുസരിക്കാതെ വന്നാൽ ഇരുമ്പുകോൽ കൊണ്ട് അവരെ തകർത്ത് കളയുമെന്ന് പറഞ്ഞാൽ അവൻ അവിടെ ബലം പ്രയോഗിക്കും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇന്ന് ഈ ഇരുട്ടുള്ള സമയം, കർത്താവിന്റെ വരവ് വരെ നിൽക്കുന്ന ഈ കാലഘട്ടം, ഈ സഭയുടെ കാലഘട്ടത്തിൽ വിശ്വസ്തരായി സാത്താന്റെ ആഴങ്ങൾ അറിയാതെ അവന്റെ വചനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് കർത്താവ് പറഞ്ഞ പ്രതിഫലം 1, 1000 ആണ്ട് വാഴ്ചയിൽ എനിക്കെന്റെ പിതാവ് ജാതികളുടെ മേൽ അധികാരം തന്നു. അന്ന് ഞാൻ ഇരുമ്പുകോൽ കൊണ്ട് ഭരിക്കുന്നത് പോലെ നിങ്ങൾക്കും ജാതികളുടെ മേൽ അധികാരം തരും. നിങ്ങളും ഇരുമ്പുകോൽ കൊണ്ട് ഭരിക്കും. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജയിക്കുകയും 26-ാം വാക്യം, ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. എത്ര വലിയ രാജ്യമാണെങ്കിലും കർത്താവ് രാജാവായി ഈ ഭൂമിയിൽ വാഴുന്ന ഒരു കാലഘട്ടം നമ്മൾ വളരെ വ്യക്തമായ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. നാം അവനോടുകൂടെ വാഴും. ഞാൻ 1-2 വാക്യം വായിച്ചോട്ടെ. 2 തിമോഥെയോസ് 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നെങ്കിൽ കൂടെ വാഴും. We will reign with him. നാം അവനോടുകൂടെ വാഴും. റോമലേഖനം 8:17, റോമർ 8:17, റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. 8:17, നാം മക്കളെങ്കിലും അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശങ്ങളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തിരസ്കരിക്കപ്പെടുന്നതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. നാം മക്കളാണ്, അവകാശികളാണ്. ലോകത്തിന്റെ ആധിപത്യം കർത്താവിന് കൊടുക്കുമ്പോൾ, ജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് അവൻ മേയ്ക്കുമ്പോൾ, എന്നെ സ്നേഹിച്ച നിങ്ങൾ എനിക്ക് വേണ്ടി നിന്ന് സഹിച്ചുകൊണ്ട് പാളയത്തിന് പുറത്തു വരുവാൻ ഈ ഇസ്രായേലിന്റെ ഉപദേശങ്ങളെ തെല്ലിക്കളഞ്ഞ്
വിശ്വസ്തരായി ജീവിച്ച നിങ്ങൾക്കുണ്ടല്ലോ എന്നോടുകൂടെ ഭരിക്കുവാൻ എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും അധികാരം തരും. ഓ, എത്ര വലിയ അധികാരം! അവിടെ കൊണ്ട് തീർന്നില്ല സഹോദരന്മാരെ, തീർന്നില്ല. നമ്മൾ നോക്ക്, 1000 വർഷം കൊണ്ട് തീരുകയല്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നോക്കാട്ടെ, 28-ാം വാക്യം, ഞാൻ അവൻ ഉദയ നക്ഷത്രവും കൊടുക്കും. ഐ വിൽ ഗിവ് ഹിം മോർണിംഗ് സ്റ്റാർ ടു. ഇതെന്താണെന്നുള്ളത് ഒരു പഠന വിഷയമാക്കി തീർന്നിട്ടുണ്ട്. ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. ഞാൻ ഇനിയും പറയുന്നത് ശ്രദ്ധിക്കുക. 1000 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഭൂമിയുണ്ട്. ഈ ഭൂമി തീ കൊണ്ട് ചുട്ടഴിച്ച് ഒരു പുതിയ ഭൂമി വരും. എ ന്യൂ എർത്ത് ആൻഡ് ന്യൂ ഹെവൻ. റെവലേഷൻ 21 and 22, വെളിപ്പാട് 21ഉം 22ഉം അധ്യായങ്ങൾ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും. ആ പുതിയ ഭൂമിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ ഒരു വാക്യം ആദ്യം ഒന്ന് വായിച്ചോട്ടെ. യെശയ്യാപ്രവചനം 9-ാം അധ്യായം. നമ്മൾ അധികം മനസ്സിലാക്കാത്ത ഒരു ഭാഗം ഞാൻ എടുക്കുകയാണ്. യെശയ്യാപ്രവചനം 9-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നോക്കാട്ടെ. വളരെ വ്യക്തമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. യെശയ്യാവ് 9-ന്റെ 6-ാം വാക്യം നമുക്കറിയാം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന് പ്രഭു എന്ന് പേർ വിളിക്കും. ഇത് കർത്താവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് 7-ാം വാക്യം. ആ 7-ാം വാക്യം നിങ്ങൾ നോട്ട് ചെയ്ത്, എന്താണ്? അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. സ്തോത്രം. ഇംഗ്ലീഷിൽ എങ്ങനെയാ വായിക്കുന്നത്? ഓഫ് ദ ഇൻക്രീസ് ഓഫ് ഹിസ് ഗവൺമെന്റ് ആൻഡ് പീസ് there shall be no end. What is the meaning of it? Of the increase of his government. അവൻ ഭരണം നടത്തുകയാണ്. 1000 വർഷം രാജാവായി ഭരിക്കും. പുതിയ ഭൂമിയിൽ അവൻ ഭരിക്കും. അവനോടുകൂടെ നമ്മളും ഭരിക്കുമ്പോൾ ഒരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവന്റെ രാജ്യത്തിന്റെ വർധനയ്ക്ക് അവസാനം ഉണ്ടാകത്തില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? അവന്റെ രാജ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. സൗരന്മാരോട് ഞാൻ പറയട്ടെ, ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. 1000 വർഷം കഴിയുമ്പോൾ, 1000 വർഷം സഹസ്രാബ്ദത്തിന്റെ അവസാനത്തിൽ മരണം നീങ്ങിപ്പോകും. ഞാൻ വാക്യങ്ങൾ എടുക്കാതെ പറയുകയാണ്. മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. പക്ഷെ 1000 വർഷത്തിൽ ജനനമുണ്ട്, മരണമില്ല. അങ്ങനെ ജനിച്ചുകൊണ്ടിരുന്നാൽ നാളുകൾ കഴിയുമ്പോൾ ഈ ഭൂമി ആളുകളെ കൊണ്ട് നിറയില്ലേ? നിറയും. അതിനുശേഷം എന്ത് ചെയ്യും? വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ വചനത്തിൽ പറയുന്നു അവന്റെ രാജ്യത്തിന്റെ വർധനയ്ക്ക് അവസാനമില്ല. ഞാൻ ഒരു സൂചന തരാം. യെശയ്യാപ്രവചനം തന്നെ 60-ാം അധ്യായം നോക്കാട്ടെ. യെശയ്യാപ്രവചനം 60-ാം അധ്യായം 2 വാക്യം ഞാൻ വായിക്കുകയാണ്. യെശയ്യാവ് 60-ാം അധ്യായം 21ഉം 22ഉം, നിന്റെ ജനത്തെയൊക്കെയും നീ നീതിമാന്മാരും ഞാൻ മഹത്വപ്പെടേണ്ടതിന് എന്റെ നടുതലയും മുളയും എന്റെ കൈകളുടെ പ്രവൃത്തിയുമായിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്ക് കൈവശമാക്കും. അടുത്ത വാക്യം നോക്കിയേ. കുറഞ്ഞവൻ 1000-ഉം ചെറിയൻ മഹാജാതിയായി തീരും. യഹോവയായി ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. കുറഞ്ഞവൻ 1000, ചെറിയവൻ മഹാജാതി. ഓരോരുത്തരും മഹാജാതിയായി തീരുക. ഇന്ന് നമ്മുടെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എണ്ണിയെടുക്കാൻ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെയൊക്കെ, ക്ലോസ് റിലേഷൻസും നമ്മളോട് റിലേറ്റഡ് ആയവരെയൊക്കെ നമുക്കൊരു പുസ്തകത്തിൽ എഴുതിയെടുക്കാം. എന്നാൽ ഇവിടെ പറഞ്ഞു, ചെറിയവൻ എങ്ങനെയായി തീരും? മഹാജാതിയാകും. ഈ 1000 ആണ്ട് വാഴ്ചയിലും പെറ്റുപെരുകുന്നുണ്ട്. നമ്മൾ ദൂതന്മാരെ പോലെയായി മാറും. പക്ഷേ വീണ്ടെടുക്കപ്പെട്ട 1000 ആണ്ട് വാഴ്ചയിലുള്ള ജനം പുതിയ ഭൂമിയിൽ കയറുമ്പോൾ മരണമില്ല, ജനനമുണ്ട്. അവന്റെ രാജ്യത്തിന്റെ വർധനയ്ക്ക് അവസാനമില്ല. ആ രാജ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അന്ന് ഒരു വാക്യൂടെ കാണിച്ചിട്ട് ഞാൻ നിർത്താം. യോബിന്റെ പുസ്തകം എന്നെടുത്ത്, യോബിന്റെ പുസ്തകം നമുക്കൊരു സൂചന കിട്ടുന്നു. യോബിന്റെ പുസ്തകം 38-ാം അധ്യായം നോക്കാം. യോബിന്റെ പുസ്തകം 38-ാം അധ്യായം ഭൂമിയുടെ സൃഷ്ടിപ്പ് നടത്തുന്ന ചരിത്രം പറയുകയാണ്. യോബ് 38 അതിന്റെ
4 തൊട്ടുള്ള വാക്യം, യോബ് 38:4 തൊട്ടുള്ള വാക്യം, 4 തൊട്ട് 7 വരെ. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം. അതിന്റെ അളവ് നീ നിയമിച്ചവനാർ? നീ അറിയുന്നുവോ? അല്ല, അതിന് അളവ് നൂൽ പിടിച്ചവനാർ? പ്രഭാത നക്ഷത്രങ്ങളും ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിന്റെ മൂലക്കല്ലിട്ടവനാർ? ദൈവം ചോദിക്കുകയാണ്, ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നമുക്ക് വല്ലതും മനസ്സിലാക്കാൻ സാധിക്കുമോ? യോബിന്റെ പുസ്തകം അനേക ചോദ്യങ്ങളാണ്. കാര്യങ്ങളെല്ലാം നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. ഇവിടെ വളരെ വ്യക്തമായി ദൈവം ചോദിക്കുകയാണ്, ഭൂമിക്ക് ഞാൻ അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? എന്നാൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചു, ദൈവപുത്രന്മാരെ സന്തോഷിച്ചു. ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ ഏതാണ് ഈ ദൈവപുത്രന്മാർ? ദൂതഗണങ്ങളാണ് സന്തോഷിച്ചത്. എന്നാൽ പ്രഭാത നക്ഷത്രങ്ങളോ? നമ്മൾ ചിന്തിക്കും അത് ദൂതന്മാരാണ്. ദൂതന്മാരല്ല, അതൊരു കൂട്ടം നക്ഷത്രങ്ങളാണ്, മോർണിംഗ് സ്റ്റാർസ്. ഇതാണ് വെളിപ്പാട് 2:27, 28 വായിച്ചത്. ഞാൻ 1000 ആണ്ട് വാഴ്ച മാത്രമല്ല ജയിക്കുന്നവന്, ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. ഐ വിൽ ഗിവ് ഹിം മോർണിംഗ് സ്റ്റാർ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തും. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നാം വെളിപ്പാട് 22 ഒരു വാക്യമുണ്ട്. അതായത് വീണ്ടെടുപ്പ് പൂർത്തീകരിക്കുമ്പോൾ അതിന്റെ 5-ാം വാക്യത്തിന്റെ അവസാനം, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നുണ്ട്. വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായി. 1000 ആണ്ട് വാഴ്ചയ്ക്കാണോ? അല്ല. കുറച്ചു നാളത്തേക്കാണോ? അല്ല. അവരെന്നേക്കും, they shall reign forever and ever. എന്നും അവർ രാജാക്കന്മാരായിരിക്കും. ആര്? പാവപ്പെട്ടതും. ഈ കർത്താവിന്റെ നിന്ന ചുമക്കുവാൻ സന്നദ്ധരായ ഇസബേലിന്റെ വാക്കുകൾക്ക് പ്രാധാന്യത കൊടുക്കാതെ ദൈവപുത്രന്റെ ശബ്ദം കേട്ട് മനുഷ്യരാലുള്ള മാനത്തെക്കാട്ടിൽ ദൈവത്താലുള്ള മാനം ശ്രേഷ്ഠമെന്നെണ്ണി അവന്റെ അടുക്കൽ ചെല്ലുന്നവര് അവരെന്നേക്കും രാജാക്കന്മാരായിരിക്കുമ്പോൾ 1000 ആണ്ട് വാഴ്ച നമുക്ക് തരുമെന്ന് മാത്രമല്ല, പിന്നെ ഉദയ നക്ഷത്രവും നമുക്ക് തരും. ഈ ഭൂമിയിൽ ജനനമുണ്ട്, മരണമില്ല. ഈ ഭൂമിയിൽ മനുഷ്യരെ കൊണ്ട് നിറയുമ്പോൾ നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. ഉദയ നക്ഷത്രം എന്ന് പറയുന്ന മോർണിംഗ് സ്റ്റാർ കൂട്ടങ്ങളിൽ മനുഷ്യനെ പാർപ്പിക്കും എന്ന് കരുതുന്നു പലരും. അതുകൊണ്ടാണ് ആ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ ഈ ഗോളങ്ങളും സന്തോഷിച്ചതെന്ന് പറയുന്നു. നമുക്ക് ഉള്ള പ്രത്യാശ വലിയതാണ്. ഈ റോമൻ പാപ്പൽ സഭ ഭരിക്കുവാൻ വേണ്ടി കൊതിച്ചെങ്കിൽ നമ്മുടെ കർത്താവിന് നിന്ന് ചുമക്കുന്ന ജനത്തിന് അവൻ ഭരിക്കുവാൻ അവകാശം തരും. 1000 ആണ്ട് വാഴ്ചയും പുതിയ ഭൂമിയും അതിന്റെ ശേഷം വളരുന്ന രാജ്യവും അവരെന്നേക്കും രാജാക്കന്മാരെ. അവന്റെ രാജ്യത്തിന്റെ വർധനവ് അവസാനം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിശ്വസ്തരായി ജീവിക്കാം. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.